ഒരിക്കൽ നസറുദ്ദീൻ ഹോജയെ ഒരു വലിയ വിരുന്നിന് ക്ഷണിച്ചു. വീട്ടിലെ ഏറ്റവും പഴകിയതും കീറിയതുമായ വസ്ത്രമാണ് ഹോജ ധരിച്ചിരുന്നത്. അദ്ദേഹം വിരുന്നിനെത്തിയപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയോ വേണ്ടത്ര ബഹുമാനിക്കുകയോ ചെയ്തില്ല. ആരും അദ്ദേഹത്തെ ഇരുത്തുവാനോ ഭക്ഷണം നൽകുവാനോ മുന്നോട്ട് വന്നില്ല. ഇതുകണ്ട് ഹോജ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അദ്ദേഹം ഏറ്റവും പുതിയതും വിലയേറിയതുമായ തൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചു. തലപ്പാവുമണിഞ്ഞ് ആഭരണങ്ങളുമണിഞ്ഞ് വീണ്ടും വിരുന്നു സ്ഥലത്തേക്കെത്തി. ഇത്തവണ ഹോജയെ കണ്ടതും ആളുകൾ ഓടിച്ചെന്നു അദ്ദേഹത്തെ സ്വീകരിച്ചു. ഹോജ സാഹിബ്, ദയവായി ഇവിടെ ഇരിക്കൂ, താങ്കൾക്കായി നാം കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും നല്ല ഇരിപ്പിടത്തിലിരുത്തി. ഉടൻ തന്നെ ഏറ്റവും രുചികരമായ ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിച്ചു. ഹോജ ഭക്ഷണമെടുത്ത് കഴിക്കുന്നതിന് പകരം തൻ്റെ പുതിയ കുപ്പായത്തിൻ്റെ കൈകളിലേക്ക് ഓരോ ഉരുളയും വച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കഴിച്ചോളൂ എൻ്റെ കുപ്പായമേ, കാരണം നിനക്ക് വേണ്ടിയാണല്ലോ ഈ ബഹുമാനങ്ങളെല്ലാം. ഇത് കണ്ട ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തി. ഹോജയുടെ ബുദ്ധിപരമായ ഈ പ്രവർത്തനം ആളുകൾ വ്യക്തികളുടെ വസ്ത്രത്തിനും ബാഹ്യമായ കാഴ്ചയ്ക്കും നൽകുന്ന അമിതമായ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വലിയ ഒരു പാഠമായിരുന്നു.